ഇസ്രയേലിൽ നിന്നും ഒഴിപ്പിച്ച മലയാളികളടങ്ങുന്ന സംഘം ഡൽഹി വിമാനത്താവളത്തിലെത്തി. ഇന്നലെ രാത്രി 11:30 എത്തേണ്ട വിമാനമാണ് വൈകിയത്. ഇറാൻ ഖത്തറിലേക്ക് മിസൈൽ അയച്ചതോടെ വ്യോമഗതാഗതം താറുമാറായിരുന്നു. 161 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ എത്തേണ്ടിയിരുന്ന വിമാനം ഖത്തറിൽ മിസൈൽ ആക്രമണം ഇറാൻ്റേതുണ്ടായതിന് പിന്നാലെ വ്യോമഗതാഗതത്തിൽ പിഴവുകളുണ്ടായി. അതായത് നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകിയാണ് ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യൻ സംഘം എത്തിയത്. ഇന്നലെ രാത്രി എത്തേണ്ടവർ ഇന്ന് രാവിലെ എത്തുന്നു. അവർ 161 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഭാരത പതാകകൾ ഏന്തി വളരെ സന്തോഷത്തോടെ അവർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, അങ്ങനെ ഇസ്രയേലിൽ നിന്ന് വരാവുന്നവർക്കും വരാം, ഞങ്ങൾ ഭാരതത്തിലെത്തിക്കാം എന്ന ഉറപ്പ് ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഭാരത സർക്കാർ നൽകിയിരുന്നു. ആ ഉറപ്പിൻ്റെ ആദ്യ കാഴ്ചകളാണ്, അത് പാലിക്കപ്പെടുന്നതിൻ്റെ ആദ്യ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ശ്രീകാന്ത് അല്ലേ? നേരത്തെ ഓപ്പറേഷൻ സിന്ധു പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യമുണ്ട്. അത് ഇറാനിലായാലും ഇസ്രയേലിലായാലും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കും എന്നുള്ളത്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരായാലും അവരെ സുരക്ഷിതമായി രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് ഇസ്രായേലിൽ നിന്നും റോഡ് മാർഗം ജോർദാനിലെ അമ്മാനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും വിമാനമാർഗം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്ത 161 പേരാണ് പ്രത്യേക വിമാനത്തിൽ ഇപ്പോൾ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. മലയാളികളായ 2 പേർ ഈ സംഘത്തിൽ ഉണ്ട്. മറ്റ് സംസ്ഥാനക്കാരും ഈ സംഘത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യം, ഇന്നലെ രാത്രി 11:30 വരേണ്ട വിമാനമായിരുന്നു ഇത്. പക്ഷേ ഈ വ്യോമപാത, ആ പ്രദേശത്തെ സംഘർഷം രൂക്ഷമായതോടെ വ്യോമപാത അടച്ചതിനാൽ ഇന്നത്തേക്ക് വിമാനം വൈകുകയാണ് ഉണ്ടായത്. സുരക്ഷിതരായി അവർ തിരിച്ചെത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇറാനിലും ഇസ്രായേലിലുമുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിന് ശ്രമം തുടരുകയും ചെയ്യും. എംബസിയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത്ര വലിയ സംഘർഷത്തിനിടയിലും ഇന്ത്യയുടെ പൗരന്മാരെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ് ഇറാൻ വ്യോമപാത തുറന്നു കൊടുത്തത് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കണം. ശരി ശ്രീകാന്ത്, അപ്പോൾ ഈ ദൗത്യം ഇനിയും തുടരും. സ്വാഭാവികമായും കൃഷ്ണരാജ, വിദേശകാര്യ മന്ത്രാലയം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ദൗത്യം അവസാനിക്കുന്നില്ല. ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരും എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് അവരെ പ്രത്യേക വിമാനത്തിൽ അവസാനത്തെ ആളെയും ഇന്ത്യയിലേക്ക് എത്തിക്കും എന്ന് വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ ഈ ഖത്തറിലേക്ക് ഇറാൻ്റെ മിസൈൽ വന്നു പതിക്കുന്നു. US വ്യോമ സൈനിക താവളത്തിൽ അറബ് രാഷ്ട്രങ്ങൾ ഒന്നാകെ അതിനെ അപലപിക്കുന്നു. ഇന്ത്യയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരാണ് അറബ് രാഷ്ട്രങ്ങളെന്ന് നമുക്കറിയാം, പ്രത്യേകിച്ച് ഖത്തർ. ഈ സാഹചര്യത്തെ ഭാരതം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഓർക്കേണ്ടത്, ഇറാനും ഇസ്രയേലും സംഘർഷം തുടങ്ങി അതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇന്ത്യ 2 രാജ്യങ്ങളെയും വിളിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് 2 രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ചത്. യുദ്ധം അവസാനിപ്പിക്കണമെന്നും സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടതുമാണ്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച ഒരു സംഘർഷമാണ്, ഒരു യുദ്ധമാണ്. അതിനാൽ തന്നെ അതിൽ പ്രാരംഭഘട്ടത്തിൽ ഇടപെടുന്നതിനുള്ള പരിമിതികളും ഉണ്ടായിരുന്നു. അത് മറ്റൊരു പടി കൂടി കടന്ന് അമേരിക്ക കൂടി ഇതിൽ ജോയിൻ ചെയ്തതോടെ ഇതിനൊരു വലിയ അന്താരാഷ്ട്ര മാനം തന്നെ കൈവരികയും അതിൽ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യത വീണ്ടും കുറയുകയും ചെയ്തു. ഇന്നലെ വീണ്ടും ഈ അറബ് രാഷ്ട്രങ്ങളെ ഒന്നാകെ ചൊടിപ്പിച്ചുകൊണ്ട് ഖത്തറിന് നേർക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. അവിടെ ഖത്തറിനെയോ ഖത്തറിലെ പൗരന്മാരെയോ അല്ല തങ്ങൾ ലക്ഷ്യമിട്ടത്. അമേരിക്കയുടെ സൈനിക താവളമാണ് എന്ന് പറയുമ്പോഴും അത് ഖത്തറിൻ്റെ മണ്ണാണ്. അവരുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായാണ് അവരതിനെ കാണുന്നത്. സൗദിയും UAEയും ഒക്കെ തന്നെ ആ വിഷയത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്, അതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ആരിടപെടും എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ കുറച്ചധികം ദിവസങ്ങളായി തന്നെയുണ്ട്. അതിലിടപെടാൻ
പൊട്ടൻഷ്യൽ ഒരു ശക്തിയുള്ള ഒരു ആള് എന്ന് പറയുന്നത്, ഒരു രാജ്യം എന്ന് പറയുന്നത് അത് ഇന്ത്യയാണ്, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഈ രണ്ട് രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രിക്ക് വ്യക്തിപരമായ അടുപ്പം കൂടി സൂക്ഷിക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവുമായും അതോടൊപ്പം തന്നെ ഇറാൻ്റെ പ്രസിഡന്റുമായും ഒക്കെ തന്നെ നല്ല ബന്ധമാണ് ഇന്ത്യ സൂക്ഷിക്കുന്നത്. രണ്ട് രാജ്യങ്ങളുമായി വ്യാപാര സാങ്കേതിക മേഖലയിലൊക്കെ തന്നെ ഇന്ത്യക്ക് കരാറുകളും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ അമേരിക്കയും ഒരു പക്ഷത്തേക്ക് വരുന്നു, റഷ്യയും ചൈനയും ഇറാൻ്റെ ഭാഗത്തേക്ക് പോകാൻ അവർക്ക് പിന്തുണ അറിയിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കല്ലാതെ ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ഒരു ചർച്ചയ്ക്ക് മുൻകൈയെടുക്കാൻ മറ്റൊരു രാജ്യത്തിനും കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇറാൻ തന്നെ ഔദ്യോഗികമായി ഇന്ത്യയോട് സമാധാന ചർച്ചകൾക്ക് സഹായിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് അറബ് രാജ്യങ്ങളുടെ ഒരു സോഫ്റ്റ് കോർണർ ഇറാന് നേരെ ഉണ്ടായിരുന്നു. പക്ഷേ ഖത്തറിന് നേർക്ക് ആക്രമണം നടന്നതോടെ അതൊരു പക്ഷേ ഇനിയും തുടരുമോ എന്നുള്ള കാര്യത്തിൽ സംശയവുമാണ്. ഇസ്രയേലിൽ നിന്ന് ഒഴിപ്പിച്ച മലയാളികൾ, അവരുടെ ആദ്യ സംഘം ഡൽഹി വിമാനത്താവളത്തിലെത്തി. ദേശീയ പതാക ഏന്തിയാണ് അവർ തിരിച്ചു വന്നത്. വളരെ സന്തോഷത്തിലാണ് അവരുടെ പ്രതികരണം ഉണ്ടായത്.